നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ ശിക്ഷാവിധി 20 നിയമസഹായ വേദിയുടെ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലെത്തി. റിപ്പോർട്ടിനെ പ്രോസിക്യൂഷൻ എതിർത്തപ്പോൾ പ്രതിഭാഗം അംഗീകരിച്ചു. വരുന്ന 20-ാം തീയതി, അതായത് തിങ്കളാഴ്ചയാണ് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി പുറത്തു വരുന്നത്. എന്തായിരിക്കും നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ ചെന്താമരയ്ക്ക് ശിക്ഷ ലഭിക്കുക? ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. അതിനിടയിൽ ഇന്ന് ഈ കേസിലെ മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ എത്തി. പ്രധാനമായും ഈ പ്രതിയിൽ നിന്ന്, ചെന്താമരയിൽ നിന്ന് എന്തെല്ലാമാണ് ഇനി അയാൾക്ക് പറയാനുള്ളത്, അയാൾക്ക് മാനസാന്തരത്തിന് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അവർ തേടിയതും അതനുസരിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചതും. എന്നാൽ ഈ റിപ്പോർട്ടിനെ പ്രോസിക്യൂഷൻ പാടെ തള്ളുകയാണ് ചെയ്തത്. റീഹാബിലിറ്റേഷനെ കുറിച്ചിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അയാൾ എങ്ങനെയാണെന്നുള്ളത് റിമോഴ്സിനുള്ള ആകെ ഒരു വാക്കും ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അയാൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ എന്താണോ പ്രതി പറഞ്ഞത് അത് മാത്രമാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഫൈൻഡിങ്സ് ഒന്നും ഇല്ല എന്നുള്ള ഒരു ആരോപണമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതേസമയം തന്നെ പ്രതിഭാഗം ഇതിനെ അനുകൂലിക്കുന്നു. പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും വധശിക്ഷ നൽകരുതെന്നുമാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.